ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പം അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹം കപടമായിരുന്നോ അതോ അയാൾ ശരിക്കും നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ അപ്പം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. 3 times അവരുടെ നെയിം പറയുക. ആ ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിനോട് കാണിച്ച സ്നേഹം സത്യമായിരുന്നു. ആള് ജെനുവിൻ ആയിട്ട് നോക്കിക്കേ. ഫസ്റ്റ് കാർഡ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കണ്ടോ, ഈസ് ഓഫ് കപ്സിന്റെ എനർജീസ് ആണ്. ഓക്കെ, നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ കാണിച്ചിട്ടുള്ള സ്നേഹം സത്യമായിരുന്നു. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. സ്നേഹം സത്യമായിരുന്നോ അതോ ലവ് ഓർ ലസ്റ്റ്? പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, 4 of Wands. Please guide me universe. Please guide me divine. Six of Pentacles. Okay, this. Hanged Man, 2 of Swords. The Strength card. Ace of Swords. 10 of Swords. കാർഡ്സ് ഇങ്ങോട്ടേക്ക് നമുക്ക് നീക്കി വയ്ക്കാം. നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് കാർഡ് കാണാൻ പറ്റും. ഇപ്പൊ കാണത്തില്ലേ, ബോട്ടം ഓഫ് ദി ഡെക്കില് നൈറ്റ് ഓഫ് സോർട്സ്. ഫസ്റ്റില് തന്നെ ഞാൻ സിറ്റുവേഷൻസ് പറയാം. ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു എൻഡിങ്സ് സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോ മേജർ എൻഡിങ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ കണക്ഷനിൽ ഇങ്ങനെയുള്ള എൻഡിങ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത് വലിയ കാര്യമുള്ള കാര്യമല്ല. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈം മുതലേ എപ്പോഴും ഓരോ എൻഡിങ്സും കാര്യങ്ങളും ആയിരിക്കാം ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാൾ നന്നായിട്ട് ഈ ഒരു കണക്ഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് വീണ്ടും ഒരു എൻഡിങ്സിന്റെ എനർജിയിലേക്ക് പോകുന്നുണ്ടാവും, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടയേർഡ് ആയിട്ടുണ്ട് ഈ ഒരു കണക്ഷൻ കാരണം കൊണ്ട്. കാരണം നിങ്ങൾ വല്ലാത്തൊരു മെന്റൽ സ്ട്രെസ്സിലേക്ക് പോകുന്ന ഒരു എനർജീസും എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഒരു കണക്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ 110% കൊടുത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും അങ്ങനെ 110% തന്നില്ലെങ്കിലും ഒരു 80% എങ്കിലും ജെനുവിൻ ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജീസ് ആണ് എല്ലാവരും. അതിപ്പം എല്ലാവരും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാൻ ഇരുന്ന കസാര ബഹളം ഉണ്ടാക്കുന്നതാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ശരിയാക്കിക്കോട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ മിക്കവരുടെയും മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. ഇനിയിപ്പോ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ ഒരു കണക്ഷനിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെന്നുള്ളത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജിന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയിൽ നിങ്ങളുടെ ഫാമിലി സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഫാമിലി സമ്മതിക്കത്തില്ല. ഇതിൽ ഒത്തിരി അധികം ഓബ്സ്റ്റാക്കിൾസും ചാലഞ്ചസും ഉണ്ടെന്ന് ഓൾറെഡി നിങ്ങൾക്കറിയാം. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടാണ് നിങ്ങൾ ഈ ഒരു കണക്ഷനിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. എന്നിട്ടാണ് വീണ്ടും ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താവും, നിങ്ങൾ ചിന്തിക്കുന്നത് ഓക്കെ എന്റെ ആവുമ്പോ എന്റെ ആവട്ടെ, അതുവരെയെങ്കിലും കണക്ട് ആയി സംസാരിച്ചൊക്കെ പോവാല്ലോ, എന്തിനാ ഇപ്പോഴേ പോകുമ്പം പോട്ടെ, അല്ലെങ്കിൽ എന്തിനാ ഇപ്പോഴേ അതിനെ നമ്മളായിട്ട് ബ്രേക്ക് ചെയ്ത് കളയുന്നതെന്നുള്ള ഒരു എനർജിയിലായിരിക്കാം നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ ആൾക്ക് ഒരു കണക്ഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു എനർജീസ്. അയാൾ കുറച്ച് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പം മിക്കവരും മേ ബി അത് എല്ലാവരുടെയും എനർജീസ് അല്ലെങ്കിലും ചിലരൊക്കെ ആണെങ്കിലും എല്ലാവരും ചിന്തിക്കുന്ന രീതികൾ വേറെ ആയിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ
ചിന്തിക്കുന്ന ഒരു രീതികൾ വേറെയാണ് ഈ ഒരു വ്യക്തി. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇഷ്യൂസ് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ മിക്കപ്പോഴും ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, റിലേഷൻഷിപ്പിന്റെ കറന്റ് സിറ്റുവേഷൻ ആണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നിങ്ങളെ റിയൽ ആയിട്ടാണോ സ്നേഹിച്ചിട്ടുള്ളത്, ഒരാള് നിങ്ങളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യായിരുന്നോ, യൂസ് ചെയ്യായിരുന്നോ, ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നോ എന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, ക്ലാരിഫൈ ചെയ്യാം, റീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Divine, please guide me. Why here is Ace of Cups? Why here is Ace of Cups? എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് റെയർ കേസസ് ഞാൻ പറയാം. ഇവിടെ ചിലരൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അയാളുമായിട്ട്, നിങ്ങളുടെ എക്സുമായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ എനർജീസ് എന്താണെന്നുള്ളതാണ് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ഈസസിന്റെ എനർജീസ് ആണ്. ഈസസ് മീൻസ് ന്യൂ ആയിട്ടുള്ള ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് അല്ലെങ്കിൽ ന്യൂ പേഴ്സൺ എൻട്രി, ആ ഒരു എനർജീസ് ആണ് ഈസസിനെ കാണിക്കുന്നുള്ളത്. ആൻഡ് വൈ ഹിയർ ഈസ് ഏസ് ഓഫ് കപ്സ്? ഓക്കെ, പാർട്ടിസിപ്പേഷൻ. ഇതുവരെ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ളത്. നോ കോണ്ടാക്ട് എനർജീസിലായിരിക്കാം നിങ്ങൾ രണ്ടുപേരും. അപ്പം ഈ ഒരു എനർജീസിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഓവർഫ്ലോയിങ് ഓഫ് ലവിന്റെ എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവർക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, ഇഷ്ടമില്ലാഴികയൊന്നുമില്ല. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഓൺ ആൻഡ് ഓഫ് എനർജീസ് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതിനൊരു റീസൺ ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജി കൊണ്ടാണ്. കാരണം നമ്മൾ വിചാരിക്കും, ചില സമയത്ത് വിചാരിക്കുന്നുണ്ടാവുമല്ലോ, ചിലർ നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് ഉണ്ട്, യെസ് ഇവരില്ലെങ്കിലും എനിക്കൊന്നുമില്ല, ഞാൻ എന്റെ ലൈഫിൽ മൂവ് ഓൺ ചെയ്തു പോകും, എനിക്കൊന്നുമില്ല എന്നുള്ളൊരു നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവും, നീ ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല, ഞാൻ എന്റെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കും, എന്റെ ഫാമിലി, എന്റെ കുട്ടികൾ, അല്ലെങ്കിൽ എന്റെ പാരന്റ്സ്, അല്ലെങ്കിൽ എന്റെ ആൾക്കാർ പറയുന്നതൊക്കെ കേട്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല എന്നുള്ളൊരു എനർജി ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ടാവാം. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരതിന് ട്രൈ ചെയ്യുന്നുണ്ട്, മാക്സിമം നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്ക് അതിന് പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജീസിലാണ് ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പൊ ഇതിൽ പാർട്ടിസിപ്പേഷന്റെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു സിമ്പിൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഒരു കൈ, ഇങ്ങനെ ഒരു കൈ, ലൈക്ക് എന്താ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. എന്തിനാണെങ്കിലും ശരി, എന്താ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന്റെ എനർജി, ആ ഒരു പാർട്ടിസിപ്പേഷൻ, ഏതൊരു ബന്ധത്തിലും ഒരു പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരു കൈ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കൈ ഇങ്ങനെ ഇരുന്ന് കഴിയുന്നത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആവില്ല, അത് ഈക്വൽ ആവില്ല. ഓക്കെ, ഇവിടെ പലപ്പോഴും അങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ നിന്നിട്ടുള്ളത്. അത് ഈ ഒരു വ്യക്തിക്കാണെങ്കിലും ആ ഒരു റിയലൈസേഷൻ ഈ ഒരു ടൈമിലുണ്ട്. അത് ഈ ഒരു ടൈമിലെന്നല്ല, ഓൾറെഡി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈം മുതലേ ആൾക്ക് ഈ ഒരു എനർജീസ് ഉണ്ട്, ഞാൻ ഈ ഒരു കണക്ഷനിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുന്നില്ല. നമ്മൾ പറയത്തില്ല രണ്ട് കൈ കൂട്ടിയടിച്ചാലേ ശബ്ദം കേൾക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തിയുടെ എനർജീസും അങ്ങനെ തന്നെയാണ്. രണ്ട് കൈ കൂട്ടി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് കൈ കൂട്ടിയിരിക്കുന്ന ഒരു എനർജീസ് ഇവിടെ നമുക്ക് കാണാനായിട്ടേ ഇല്ല. ഓക്കെ, അതാണ് ഇവിടെ നിങ്ങളുടെ കണക്ഷന്റെ ഇഷ്യൂസ്. സോ ഈ ഒരു ടൈമിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു പാർട്ടിസിപ്പേഷന്റെ എനർജീസ്, ഈ ഒരു എനർജി മീൻസ് എന്താ പറയാ, എന്താ ഗീവിങ് എനർജീസ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്കിംഗ് എനർജീസ്. അപ്പം ഈ ഒരു രണ്ട് എനർജീസിന്റെ ഈ ഒരു എനർജീസ് വെച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമില്, അപ്പം ഈ ഒരു വ്യക്തിയും ഈ ഒരു കണക്ഷൻ നറിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷനിൽ വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും കാലം ഈ ഒരു വ്യക്തി വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ടൈമിൽ ഈ ഒരു കണക്ഷനിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു എനർജീസ് ആണ്. ഓൾറെഡി നിങ്ങളുടെ പേഴ്സൺ ഇതിപ്പോ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു റിയലൈസേഷൻസും കാര്യങ്ങളും ഒന്നും അല്ല നിങ്ങളുടെ പേഴ്സണ്. പക്ഷെ ഓൾറെഡി ഇവരുടെ മൈൻഡിൽ ഈ ഒരു എനർജീസ് ഉണ്ട്. ഇവർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവർ അധികം എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു എനർജീസ് അല്ല. ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അതാണ് ഇവിടെ ഇഷ്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ കണക്ഷനിൽ മെയിൻ ആയിട്ടും. ഇവിടെ 4 നമ്പേഴ്സ് മീൻസ് പാർട്ടിസിപ്പേഷൻ മീൻസ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ഇത് 3 ഓഫ് വാൻസിന്റെ എനർജീസ് ആണ്. ഓക്കെ, 3 ഓഫ് വാൻസിന്റെ എനർജീസ് എന്താണ്? 3 ഓഫ് വാൻസ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ന്യൂ സ്റ്റാർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഏസ് ഓഫ് കപ്സും ന്യൂ സ്റ്റാർട്ടിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു എനർജീസ് ആണ്. അപ്പൊ സോ ഇവിടെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അത് ഇവർക്ക് സപ്രസ് ചെയ്ത് വെക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻസിലാണ് ഇവർ നിങ്ങളിലേക്ക് റിട്ടേൺ വരുന്നുള്ളത്.
ഒരു ഓവർഫ്ലോയിങ് ഓഫ് ലവ്, അല്ലെങ്കിൽ ആ എന്തൊരു ഇമോഷൻസും നമുക്ക് അധികം ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല ഏതൊരു വ്യക്തിക്കും. ഇപ്പം എത്ര വലിയ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും അധികം ഒരു ഇമോഷൻസിനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ആൾക്ക് ഉണ്ടാവില്ല. അപ്പം എന്ന് പറഞ്ഞോളം നിങ്ങളുടെ പേഴ്സണും അധികം ഈ ഒരു ഇമോഷൻസിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ എന്താണ്, ഇവർ ഉടനെ അപ്പം നിങ്ങളിലേക്ക് റിട്ടേൺ വരുന്ന കാര്യം ഓർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ എപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ള ഒരു എനർജി ഇവർക്ക് റിയലൈസ് ചെയ്യുമ്പോഴേക്കും എന്താണ്, ഇവർ തിരിച്ച് വീണ്ടും നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ഒരു നോ കോണ്ടാക്ട് എനർജിയിലേക്ക് പോകുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു കണക്ഷൻ എൻഡായി പോയി, ഇതിൽ ഇനിയിപ്പോ ഒരു തരത്തിലുള്ള ഹോപ്പും കാര്യങ്ങളും ഒന്നുമില്ല. മേ ബി ഇത് വർഷങ്ങൾ, ഐ തിങ്ക് ഇവിടെ 10 months ആയിട്ടൊക്കെ ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ആയിരിക്കാം. നിങ്ങൾ 10 months ആയിട്ട് 9 months ആയിട്ടൊക്കെ സെപ്പറേഷൻ പീരീഡിലോ ഫേസിലോ ഒക്കെ പോയിട്ടുണ്ടാവാം. നിങ്ങൾ ചിലർക്ക് എനിക്കൊന്ന് 1 year ആയിട്ട് ഈ ഒരു കണക്ഷനിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് നിൽക്കുന്നുള്ളത്. പക്ഷെ ഇവരുടെ മനസ്സിലുണ്ട് നിങ്ങൾ. പലപ്പോഴും വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു വ്യക്തി നിങ്ങളെ കണക്ട് ചെയ്യുന്നത്, നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അത് എന്താ, നമ്മൾക്ക് ഒരു ബന്ധത്തിന് മാക്സിമം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ടല്ലോ, ആ ഒരു പരിധിയാണ് ഇവിടെ ഈ ഒരു വ്യക്തി വരാതിരിക്കുന്നുള്ളത്. പക്ഷെ നമുക്ക് ഒരാളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ, അല്ലെങ്കിൽ ആ ഒരു എനർജി വരുമ്പം വീണ്ടും നിങ്ങളിലേക്ക് ഇവർ കണക്ട് ആവുന്നുണ്ടാവും. ഇതിലൊരു ഗൈഡൻസ് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, ലാസ്റ്റ് റീഡിങ്ങിന്റെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഗൈഡൻസ് തരാം, ഈ ഒരു കണക്ഷൻ സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് പിടിച്ചു വയ്ക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല കേട്ടോ. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, മാരീഡ് പേഴ്സണുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഓൾറെഡി ഫാമിലി ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു ഫാമിലിയെ തകർത്ത് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫാമിലിയെ വേണ്ടെന്ന് വെച്ചിട്ടോ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അവരോട് പറയുന്നില്ല. പക്ഷെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ചിന്തിക്കുന്നത് എന്താ പറയാ, ഇത് ഫാമിലി അറിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂസ് ആകും, അല്ലെങ്കിൽ ഫാമിലി വൈഫ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ആകും, അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കത്തില്ല നമ്മളുടെ മാരേജിന്. ഇനി സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ എനർജീസ് ആണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ റിലീജിയനും അങ്ങനെയുള്ള എന്തെങ്കിലും ഡിഫറൻസസ്, ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ ഡിഫറൻസസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊരു റീസൺ ആയിരിക്കാം. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് മസ്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണാനും പറ്റുന്നുണ്ട്. പക്ഷെ എനിക്കിവിടെ പ്രോമിനന്റ് ആയിട്ട് ഫാമിലി തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതർ പേഴ്സൺ ഉണ്ട് ഇവരുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങൾ വേറൊരു വ്യക്തിയായിട്ട് ഇവർ കണക്റ്റഡ് ആണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നോ ഡിയർ, അങ്ങനെയുള്ളൊരു എനർജീസ് ഒന്നും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇല്ല. ബട്ട് ഇവർക്ക് അങ്ങനെ ഒരു ഇവർ 2 of Pentaclesന്റെ എനർജീസ് അല്ല, ഡബിൾ മൈൻഡിലാണ്. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇവരുടെ മൈൻഡ് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടാവില്ല, കൂടുതലായിട്ടും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സന്റെ. ഈ ഒരു സമയത്താണെങ്കിലും ആളുടെ എനർജീസ്, കറന്റ് ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറന്റ് എനർജി സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ ആൾ ഹാപ്പി അല്ല, ടോട്ടലി ഡൗൺ ആണ്, ആൻസൈറ്റിയിലാണ്, ഡിപ്രഷൻസിലാണ്. ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻസിൽ ട്രാപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയില്ലേ ഫീലിംഗ് അൺസാറ്റിസ്ഫൈഡ് എന്നുള്ള ഒരു എനർജി, അല്ലെങ്കിൽ ട്രാപ്ഡ് ഇൻ സിറ്റുവേഷൻസ് എന്നൊക്കെ പറയത്തില്ലേ, സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന ഒരു എനർജീസ്, അതൊക്കെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് ഈ ഒരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻസിനെ ബ്രേക്ക് ചെയ്യാം. നിങ്ങളുമായിട്ട് ഒരു കണക്ഷനിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവരതിനെ ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു റീസൺ ഇവരുടെ ഓവർ തിങ്കിങ് ആണ്, ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജീസിലാണ്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ഇവരുടെ ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ഇവരൊരു ക്രോസ് റോഡിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. ഇപ്പം ഇതിൽ 2 സിറ്റുവേഷൻസ് ഒരുപോലെ ഉള്ളതാകുമ്പോഴേക്കും ഇവർക്ക് എന്ത് ചൂസ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ണ് കെട്ടിയിട്ട് 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാം അറിയാം, എന്നിട്ട് ഇവര് ഒരു ബ്ലൈൻഡ് ഫോൾഡ് എന്നുള്ള ഒരു എനർജീസിൽ എന്താ പറയാ, ഒന്നും കാണാൻ പറ്റുന്നില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള ഒരു എനർജി ഒക്കെ ഉണ്ടല്ലോ. ഇവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യത്തിനും, ഒന്നിനും ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണ്ടേ, പക്ഷെ ഇവർക്ക് ആരെയും പിണക്കുവോ ഫൈറ്റ് ചെയ്യോ ഒന്നും പറ്റത്തില്ല. എല്ലാം ഒന്നും ചെയ്യാതെ വെറുതെ എങ്ങനെയെങ്കിലും
നമ്മൾ പറയത്തില്ലേ കൈ നനയാതെ മീൻ പിടിക്കണം, എങ്ങനെയെങ്കിലും എല്ലാ കാര്യങ്ങളും ഇറ്റ്സെൽഫ് സോർട്ട് ഔട്ട് ആണ്. അല്ലാതെ ഇയാൾ ആരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒന്നും നേടിയെടുക്കാനായിട്ടോ അങ്ങനത്തെ ഒരു എനർജീസേ അല്ല ഇയാളുടെ. ചിലപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും പേടിച്ച് തൂറിയാണ്, പേടിയാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനല്ല, പേടിയൊന്നുമില്ല. പക്ഷെ ഇവർക്ക് അങ്ങനെ ആരെയും വെറുപ്പിച്ചു പോകാൻ പറ്റില്ല. സൊസൈറ്റി, ഫാമിലി, വൈഫ്, അല്ലെങ്കിൽ ട്രഡീഷൻസ്, ഇവര് ബിലീവ് ചെയ്യുന്ന ഒരു കൾച്ചർ, ആ ഒരു എനർജീസ്, നാട്ടിലുള്ളവരെ ഒറ്റ മനുഷ്യരെ പോലും വെറുപ്പിച്ചൊന്നും ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടറുമായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു എനർജീസ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ. നമ്മളുടെ ടോപ്പിക് എന്തായിരുന്നു? നിങ്ങളോട് ഇവർക്ക് റിയൽ ആയിട്ടുള്ള സ്നേഹമായിരുന്നോ അതോ ഇവർ പറ്റിക്കുകയായിരുന്നോ എന്നുള്ളതായിരുന്നു ടോപ്പിക്ക്. പറഞ്ഞ് അങ്ങ് പോയി. ശരിക്കും സിറ്റുവേഷൻസ് ഇതാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. ഇതുകൊണ്ടാണ് ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇവർ കാണിക്കാതിരിക്കുന്നുള്ളത്. സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമുക്കിപ്പം ഇവര് മാക്സിമം ഞാൻ ഓൾറെഡി ഒരു കാര്യം പറയാം. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുള്ള ഒരു മാസ്റ്ററാണ്. ഇവർക്ക് എല്ലാ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് അറിയാം. നിങ്ങളോടുള്ള സ്നേഹമാണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും ഇവരുടെ സാഡ്നെസ് ആണെങ്കിലും നിങ്ങൾ ഇവരെ പറയുന്ന വാക്കുകൾ ഇവർക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവരെന്നെ എനിക്കൊന്നും ഹേർട്ട് ആയിട്ടില്ല, എനിക്കൊന്നുമില്ല, അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമോഷൻസും ഫീലിങ്സും ഇല്ല നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരും. ഇയാൾക്ക് എന്തോ ഒരു ഫീലിങ്സും ഇമോഷൻസും ഇല്ല, ഞാൻ ഇത്രയും കിടന്ന് അതും ഇതും എല്ലാം പറഞ്ഞു എന്നിട്ട് യാതൊരു ഇതും ഇല്ല, ചുമ്മാ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു എന്നുള്ള ഒരു എനർജി അപ്പൊ നിങ്ങൾക്ക് തോന്നും. ഇതാണ് നിങ്ങളുടെ കണക്ഷനിൽ ശരിക്കും സംഭവിക്കുന്നത്. പക്ഷെ ഇവർക്ക് ഒത്തിരി അധികം സ്ട്രെങ്തിന്റെ എനർജീസ് എപ്പോഴും സപ്രസ് ആയിട്ടുള്ള എനർജീസിനെയാണ് കാണിക്കുന്നത്. ഇമോഷൻസിനെ സപ്രസ് ചെയ്യുക, സോ അല്ലെങ്കിൽ ഇന്നർ സ്ട്രെങ്ത് എന്നൊക്കെ നമുക്ക് പറയാം. നിങ്ങൾക്ക് അത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് അവരുടെ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഹൈഡ് ചെയ്യാൻ. അതാണ് നിങ്ങൾക്ക് ഇവിടെ ഇതാവുന്നത്. നിങ്ങളെ പറ്റിച്ചു 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 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതും കാര്യമാണ്. സം ഓഫ് യു എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ കാണുന്നുള്ളത്. എന്താണെങ്കിലും ഫാമിലിയാണ് ഇവിടെ ഇഷ്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഇവർക്ക് ആരെയും വെറുപ്പിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒന്നും പറ്റത്തില്ല. പക്ഷെ ഡോൺ വറി, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് എഗെയിൻ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആകും. ഇവര് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയൊക്കെ ബ്രേക്ക് ചെയ്യും. ഇവരുടെ റൂൾസ് ആയിക്കോട്ടെ, റെഗുലേഷൻസ് ആയിക്കോട്ടെ, സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ബ്രേക്ക് ചെയ്യും ഈ ഒരു വ്യക്തി. നിങ്ങളിലേക്ക് വരും തിരിച്ച്. നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ പോസിബിൾ ആകും തന്നെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഇവർക്ക് നിങ്ങളോട് ജെനുവിൻ ആയിട്ടുള്ള സ്നേഹമാണ്. സ്നേഹമില്ലാഴികയൊന്നുമില്ല, നിങ്ങളെ പറ്റിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇവർ നിങ്ങളെ പറ്റിച്ചു പറ്റിച്ചു പറ്റിച്ചു. ടിൻ ഫ്ലെയിം ആയിരിക്കാം ഫോർ സം ഓഫ് യു. വളരെ റെയർ കേസസ് ആണ് ഞാൻ ടിൻ ഫ്ലെയിം പറയുന്നത്. എല്ലാവരും ടിൻ ഫ്ലെയിം ഒന്നും അല്ല, വളരെ റെയർ കേസസ് ആണ്. ഇവിടെ ലെറ്റിംഗ് കോഡ് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ലെറ്റ് ഗോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? ഇവിടെ ചേഞ്ചസ് സംഭവിക്കും. അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കണക്ഷനിൽ ഒരു ബാഡ് ആയിട്ടുള്ള ടൈം ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്നുള്ള എനർജീസ്. ബട്ട് ഡോണ്ട് വറി, സിറ്റുവേഷൻസ് ഒക്കെ ചേഞ്ച് ആവുന്നുണ്ടാവും. എഗെയിൻ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ റീകണക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്ത് വേണം? ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ സറണ്ടർ ചെയ്യുക. ലെറ്റിംഗ് ഗോ, പോവാൻ അനുവദിക്കുക. ആയിരിക്കുന്ന സിറ്റുവേഷൻസ് എന്താണോ ആ ഒരു സിറ്റുവേഷൻസിനെ അങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള ചിന്തയിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അത് പറ്റത്തില്ലല്ലേ, നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്ത് സംഭവിച്ചപ്പം അവര് നമ്മളുമായിട്ട് കണക്ട് ഇല്ലെങ്കിലും നമ്മൾ അവരിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും വേറൊരു റിസൾട്ടും ഉണ്ടാവില്ല. അതിലും വേറെ അനങ്ങാതിരിക്കുന്നതല്ലേ. വേറെ നിങ്ങൾ കിടന്ന് അവരുടെ പുറകെ ഓടിപ്പിടിച്ച് നടന്നതുകൊണ്ട് റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ അനങ്ങാതിരിക്കുന്നതല്ലേ നല്ലതുള്ള സെൽഫ് റെസ്പെക്റ്റും കൈവച്ചുകൊണ്ട്. നമുക്കൊരു കാര്യങ്ങൾ ഒരാളുടെ അടുത്തൊന്നും ബെഗ് ചെയ്ത് വാങ്ങാൻ പറ്റത്തില്ല. അതിപ്പം സ്നേഹമാണെങ്കിലും ശരി, എന്താണെങ്കിലും, കെയർ ആണെങ്കിലും, ലവ്, എന്ത് സംഭവമാണെങ്കിലും നമുക്ക് ലൈഫിൽ ബെഗ് ചെയ്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. എന്തോ അറിഞ്ഞു തരുമ്പോഴായിരിക്കും ഒരു സുഖം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുമല്ല ചേസ് ചെയ്യുന്നതിന്. പക്ഷെ ചേസ് ചെയ്യാതിരിക്കുവാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. നമ്മളുടെ വേർത്ത് മനസ്സിലാക്കിയ ഒരാൾ വരുമ്പോഴാണ് കാര്യം ഇരിക്കുന്നുള്ളത്. അല്ലാതെ എന്തോ രീച്ച. അപ്പം അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ കൈയും കാലും പിടിച്ച് നമ്മളൊരാളുടെ കൈയും കാലും പിടിക്കുമ്പോൾ നമ്മളെ ഉള്ള വാല്യൂ കൂടി ഇല്ലാണ്ടായിപ്പോ അവർക്ക് അത്രയും നമ്മളുടെ പുറകെയാണല്ലോ ഒരാളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അവരോട് ഒരു വാല്യൂ ഉണ്ടാവില്ലല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, ഒരു വാല്യൂ ഉണ്ടാവില്ല നിങ്ങൾക്ക്. സോ
ആരെയും ചേസ് ചെയ്യാതിരിക്കുക. ഓക്കെ, സംഭവിക്കുന്ന എന്താണോ നടക്കുന്നത് ഓക്കെ അനുവദിക്കുക, അതായിക്കോട്ടെ നടന്നോട്ടെ. ഇയാൾക്ക് വേണ്ടേ, ഓക്കെ ഫൈൻ, ആ ഒരു എനർജിയിൽ നിൽക്കുക. പിന്നെ നിങ്ങളോട് ഞാൻ ലാസ്റ്റ് പറഞ്ഞു, നിങ്ങൾ സ്റ്റേബിൾ ആയിട്ട് ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി നിൽക്കണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കുക. നിങ്ങളുടെ വില കളഞ്ഞുകൊണ്ട് ഇയാൾ വന്നെന്ന് പറഞ്ഞാലും വന്നല്ലോ കയറിയിരിക്കുക എന്നുള്ള ഒരു എനർജി അല്ല. നിങ്ങൾ അവിടെ ഒരു സ്ട്രോങ് ബൗണ്ടറി, ഹെൽത്തി ബൗണ്ടറീസ് വെക്കുക. നിങ്ങൾ കണ്ടീഷനിങ്ങിന്റെ എനർജീസിലിരിക്കുക. അപ്പം ആ ഒരു ടൈമിൽ ഇവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ടാവും. കാരണം ഇയാൾക്കൊരു ഇതുണ്ട്, ഞാൻ എപ്പോൾ പോയിട്ട് വന്നാലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ അവിടെ ഒരാളുണ്ട് എന്നുള്ള ഒരു എനർജിയാണ്. പക്ഷെ ആ ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കാതെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്ന ഒരു എനർജി അല്ല എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടാവണം. അവനാണെങ്കിലും അവളാണെങ്കിലും. അവളെന്ന് എൻ്റെ വായിൽ വന്ന് പറയാണ്ട്. അപ്പം ആ ഒരു എനർജി ഉണ്ടാവണം. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോവുക. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ റീഡിങ് ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ബെല്ലൈക്കൻ ഡോണ്ട് ഫോർഗെറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. ഓൾറെഡി ഞാൻ പേഴ്സണൈസ്ഡ് റീഡിംഗ് പോലെ ആവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളും ക്ലാരിറ്റിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാം. എൻ്റെ അടുത്തൊന്ന് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടാരോ കാർഡ് റീഡേഴ്സിന്റെ കയ്യിൽ ബുക്ക് ചെയ്യാം. ബട്ട് ഇതിൽ ഫുൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു എനർജി, ഇതൊരു പോസിറ്റീവ് എനർജീസ് ആണ്. നമുക്ക് ക്ലെയിം ചെയ്യുവാണെങ്കിൽ, നമ്മൾ എനർജീസ് എപ്പോഴും ക്ലെയിം ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് അട്രാക്ട് ആവുന്ന ഒരു എനർജി. കാരണം നിങ്ങളൊരു എനർജിയാണ്, ഞാനൊരു എനർജിയാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എനർജിയാണ്, എല്ലാവരും എനർജീസ് ആണ്. അപ്പോൾ എനർജീസിനെ ക്ലെയിം ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ബട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കൂടുതലായിട്ടും സെൽഫ് ലവിന്റെ എനർജിയിലിരിക്കുക. ഓക്കെ, അങ്ങനെ പിന്നെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പേഴ്സണൈസ്ഡ് റീഡിങ്സ് എടുക്കുക. സോ നിങ്ങൾക്ക് നോ കോണ്ടാക്ട് റൂളിൽ കറന്റ് ഫീലിങ്സ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ, ഞാനത് ആഡ് ചെയ്തേക്കാം. ഒരു 12 AM ആ ഒരു ടൈമിലൊക്കെ ചിലപ്പം എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ രാവിലെ ഒരു കറന്റ് ഫീലിങ്സ് ഇട്ടിരിക്കുന്നത് കൊണ്ട് അത് ജനറൽ റീഡിംഗ് ആണ്. പക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിലായവർക്കൊക്കെ ആണെങ്കിലും നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ എനർജീസ് ഒക്കെ എല്ലാം റിസണേറ്റ് ആവും. പക്ഷെ നോ കോണ്ടാക്റ്റിൽ അത് സ്ട്രോങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷെ നോ കോണ്ടാക്ട് റൂളിലും എനർജീസ് വരാറുണ്ട്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻസിലും എനർജീസ് വരാറുണ്ട്. പക്ഷെ സ്ട്രോങ് ആയിട്ട് നോ കോണ്ടാക്റ്റുകാർക്ക് വേണം എന്നുണ്ടെങ്കിൽ എനർജി ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ അവർക്ക് സംഭവിച്ചെന്ന് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനോട് പറയുകയാണെങ്കിൽ ഞാനത് റീഡിങ്സ് ആയിട്ട് ഇടുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്.